ഹായ് ഹലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മൈദ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൂരിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാൻ മൈദ എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മൈദയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റും ക്രിസ്പിനെസ്സൊക്കെ കിട്ടും. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടില്ല, ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ചൂട് കൂടി പോവാൻ പാടില്ല, കുറഞ്ഞ തീയും ചൂട് മതിയാകും. ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മൈദമാവ് ഒട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ ചെറിയ ചൂടിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതാ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. വെള്ളം കൂടി പോവാതെ നോക്കാം. ഈ ഒരു പൂരി ഉണ്ടാക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ ചെറിയ ജീരകമൊക്കെ ചേർക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ ജീരകം അതുപോലെ തന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കാതെ ഉള്ള ഒരു പൂരിയാണ് ഉണ്ടാക്കുന്നത്. ഒരു പൊറാട്ടയുടെ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിലേക്കൊരു 1/4 സ്പൂൺ ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്, നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് ഈ ഒരു കുക്കറിലിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ ഒരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാതെ അപ്പോൾ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇത് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ലേശം മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതാ എല്ലാതും ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പൊടിയിൽ മുക്കിയിട്ടൊന്ന് പ്രസ്സിൽ അമർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ പ്രസ്സിൽ അമർത്തി കൊടുത്തിട്ട് തന്നെ നമുക്കിത് നേരെ ഒന്ന് എണ്ണയിലേക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഉണ്ടോ, നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ തിളച്ച ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷമേ നമ്മൾ ഈ ഒരു പൂരി ഇട്ട് കൊടുക്കാവൂ. നമ്മൾ നന്നായി ചൂടായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ചെറിയൊരു മാവിൻ്റെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി പൊങ്ങി വരുന്നൊരു സമയം, ആ ഒരു സമയത്താണ് നമ്മുടെ എണ്ണ ചൂടായി എന്നറിയാം. അപ്പോൾ അതാ ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കുഴിയുള്ള പാത്രത്തിൽ നന്നായിട്ട് എണ്ണ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു ചട്ടിയിലാണെങ്കിൽ നമ്മുടെ ഒരു പൂരി നന്നായിട്ട് തന്നെ അതിൽ മുങ്ങിക്കിടക്കുന്നൊരു പാത്രങ്ങളാണ് കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ നല്ലത്. ഇനി ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ മുട്ടക്കറിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൂരി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പൂരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്